ജോക്കി അഥവാ സിറ്റുവേഷൻ ആയാലും എന്തായാലും ഇറങ്ങി വെടിവെക്കുക ഒന്നും ചെയ്യല്ലേ. ഇല്ലല്ല ജോക്കി ലിസ്റ്റിലില്ലല്ലോ. ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ പുള്ളി കൊള്ളാം കേട്ടോ. ആൾക്കാരൊന്നും മുതുക്കി കാണുന്നില്ല, മുതുക്കിലുണ്ട്. ഇവനെ കുന്നിനപ്പം ചീടിയും കയറി അവസാനം കേൾക്കുന്നതായി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇവരേ ഉള്ളൂ, മനസ്സിലായ? ഇങ്ങനൊക്കെ എത്ര നാളെ ജോക്കി സത്യം പറയാൻ ഭയങ്കര റയറായിട്ടാ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഒരാളായിട്ട് കോൺവെർസേഷനിൽ നിൽക്കുന്നതൊക്കെ. അതെ അതെ ഭയങ്കര പാടാണ്. എന്റെ ദൈവമേ അറിയാം. പക്ഷെ നമ്മുടെ പുള്ളിയെടുത്ത് പറഞ്ഞു കേട്ടോ, പുള്ളി അടുത്ത് പറയൊന്നുമില്ല. എന്റെ പേര് പിന്നെ ഞാൻ മനഃപൂർവ്വം പറയാൻ, ഇനി ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ. ഞാൻ പേര് പറഞ്ഞിട്ടില്ല, ഷാന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ദർ മാത്രം. അത് എന്തിനാണ് അവരുടെ അടുത്ത് പറഞ്ഞത്? അത് നമ്മുടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടടാ പുള്ളി, നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ജോക്കി. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ നമ്മള് ടിവിന്ന് പുള്ളിക്ക് ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാര്, അതുപോലെ മിസ്റ്റർ എക്സിന് ഇവിടുത്തെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എല്ലാ ഗ്യാങ്ങുമായിട്ട് ഇതുപോലത്തെ ഇന്റിമസി അവർക്ക് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പുള്ളിയെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് 10 മണിക്കൂർ റീഡ് ചെയ്യില്ലേ. ഇതിനൊക്കെ എന്റെ റീഡിങ് അറിഞ്ഞൂടെ? പുള്ളി പറയത്തില്ല. പുള്ളിക്ക് നമ്മളെ കൊണ്ട് നല്ല ആവശ്യമുണ്ട്, പുള്ളി നമ്മളെ പണക്കത്തില്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നീ ഒരു സംഭവം തന്നെടാ കോച്ച്. കണ്ടു പണി കോച്ച്. ജോക്കി വരുമ്പോഴത്തേക്കിനും ഓപ്പറേഷൻ ദർശിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഷാൻ റഹ്മാൻ തന്നിരിക്കും. ഞാൻ ഇനി ഇടക്കിടക്ക് കാണും കേട്ടോ. പഴയ ദൂരൊന്നും അല്ല, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാലും ജോക്കി എന്ത് കിടിലായിട്ട് എന്റെ അത് റീഡ് ചെയ്തെടുത്തത്. പിന്നെ ഇതൊക്കെ എന്താ കോച്ച് ഇടയ്ക്ക് ഒന്ന് പറയുന്നത് കേട്ടില്ലേ, വലിയ മറ്റേ അവാർഡ് കിട്ടിയ കണക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒസാമ ആരാ? ആനെ പിടിച്ചാൽ കിട്ടിക്കളഞ്ഞാല് ഇപ്പൊ പറ, തൂക്കിട്ട് പറയാം. സിറ്റിയിലുണ്ടോ ഒസാമ? ഇതൊക്കെ നമ്മള് നൈസായിട്ട് ഡീൽ. പെട്രോളല്ല പെട്രോളല്ല ജോക്കി, ഇത് നമ്മുടെ പമ്പാണ് പറഞ്ഞായിരുന്നു. പിന്നെ തിരിച്ചെടുത്തത് നമുക്ക് മറ്റേ തിരിച്ചെടുത്താ ഇത് എടുക്കലെന്ന് നിனைச்சிட்டு 2-3 പേരെ ഇവിടെ പെട്രോൾ പോടാതെ പോയി മുതുക്കിലെ പോട്ടെന്ന് പറഞ്ഞു വിട്ടടാ. എന്തൊരു കോച്ച്, എനിക്കറിയില്ല ഇത് എടുത്തിട്ട്. ആകെ കിട്ടുന്ന കച്ചവടമാണ് വല്ലപ്പോഴും. ഇതിന്റെയൊക്കെ പൈസ ആരുടെ അക്കൗണ്ടിലാ പോന്നെ? ഇത് ഇവിടെ തന്നെ കാണിക്കും. അത് ഒന്നെങ്കിൽ അവനല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. ചന്ദ്രനാണ് കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യണം. ഈ വട്ടം അവനാ എടുത്തത്. കഴിഞ്ഞ വട്ടം നമ്മള് 1300 കോടിക്ക് എടുത്തിട്ട് ഭയങ്കര നഷ്ടമായിരുന്നു. ആകെ 400 കോടി രൂപ. എന്തിനാ അവന്മാര് പോയോ? അവന്മാര് എന്ത് മാസ്ക് ഇട്ടിരുന്ന പറഞ്ഞേ? ഇതിപ്പോ അവന്മാര് ഉറപ്പായി ഏകദേശം. ഗൈസ്, ഞാൻ പിന്നെ TJ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത്. നമ്മള് നമ്മുടെ കൺസ് കൊടുത്തതിൽ കുറെ കൺസ് പോയേക്കുന്നത് TJയുടെ കയ്യിലോട്ടാ. അതായത് നമ്മുടെ കുറെ കൺസ് ഒസാമ ത്രൂവും ആരടാ ചത്തത്? അത് നടുലോർത്ത ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ അറിയാതെ തട്ടിയതാ. അല്ല, TJയുടെ കയ്യിലും CM-ന്റെ കയ്യിലും ഉണ്ട്. TJയുടെ കയ്യിലുണ്ട്, CM-ന്റെ കയ്യിലും ഉണ്ട്. അത് നമ്മളെല്ലാം നോക്കിയായിരുന്നു. അതില് ഒരു ഗണ്ണ് അവര് കംപ്ലീറ്റ്ലി അവര് പ്രീവാറിന് ഡൗൺ ആയിട്ട് അവരുടെ ഫുൾ ഗൺസ് പോയായിരുന്നു. എടാ മുച്ചറി എവിടെ നിൽക്കുന്നേ? ഹലോ, ഞങ്ങളിത് ഡ്രസ് ഷോപ്പിലുണ്ടല്ലോ. ആ TDS-ഓ? അതെങ്ങനെ എങ്ങനെ മനസ്സിലായി? ആണോ? ഞാൻ വാർത്തയിലിടാം. ഹലോ
നീ ഏത് ഗ്യാങ്? വേറെ ഒരു ഗ്യാങ് തിരിച്ച് വിളിക്കാൻ കുറച്ച് ബിസിയാണ്. ഒരേ നിമിഷം. ടി ബി ആണോ? ഓ എനിക്ക് വരെ ഏൻ ടീ ആ വരുന്നത്, വൈക്ക് വരാൻ കണ്ടില്ല. അടിപൊളി. മുച്ചിരി എന്തിയടാ? മുച്ചിരി അവിടെ. എടാ നീ എവിടേക്കാണോ മുച്ചിരി ഇപ്പൊ? ബ്രോങ്കോയ്ക്ക് നല്ല സ്പീഡ് ഉണ്ടല്ലേ. ഭരസൻ സാറിനെ നാളെ വിളിച്ചോളാം കേസ്. ഭരസൻ സാറിനെ നാളെ വിളിച്ചോളാം. എല്ലാം കൂടെ അങ്ങനെ കൊറേ അമ്മമാരുണ്ട് ഇവിടെ അടിച്ചിട്ട് ഇറങ്ങണത് കഴിവില്ലാതെ. ബ്രോ ഒന്ന് ഇറങ്ങിപ്പോയാ? ഏത് ഗ്യാങ് ആണ് കണ്ടുപിടിച്ചോ? TDS ആണെന്ന് പറയണ. മൊത്തം പെണ്ണുങ്ങളാ നോക്കിക്കൊണ്ടോ. ആണുങ്ങളൊക്കെ കൂടുതൽ പെണ്ണുങ്ങളാ കണ്ടോ. നമുക്ക് എത്ര പേരാ കൊണ്ടോ. പണ്ടത്തെ പോലൊന്നും അല്ല. ഹലോ ഹലോ ഇത് ഹലോ ഹലോ എന്റെ അടുത്ത് TJയുടെ നിക്കായി നമ്പർ തന്നത് കേക്കാവോ? കേക്കാം. ഹലോ കേക്കാം. TJയുടെ നിക്കില്ലേ? അലിമ്പ് കാണിക്കല്ലേ. തപ്പ് വരുന്നു. Such a peace. TJയുടെ നിക്കിയാണ്. ഡൊമിനിക് ആണ്. ഓക്കേ. നിക്കി എവിടെ ഉണ്ട്? റേഡിയോയിലുണ്ട്. ആൾക്കാരെ വിളിക്കുന്നു. TJയുടെ നിക്കി ഇപ്പൊ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് എന്നെ ഫോൺ വിളിപ്പിച്ചായിരുന്നു. എന്തോ പറയണ്ടെന്ന് പറഞ്ഞത്. എടാ നിന്നെ തിരക്കി ഇവിടെ നിക്കോ? ഇവിടെ മുതുക്കിലൊന്നുണ്ടോ നീ? അതെ. ഓ വരാം. ഹലോ വണ്ടികൾ ഇടാൻ പാടില്ല. പറഞ്ഞോ. താങ്ക് യു സോ മച്ച്. പിന്നെ കുറച്ചുകൂടെ അടുത്തോട്ട് ഇങ്ങോട്ട് വരൂ. ഒരു സെക്കൻഡ്. ഹലോ 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 ഹലോ. ഞാനിപ്പോ ഗാങ് ഹൗസിന്റെ അവിടെ നിന്ന് മരിച്ചതേ. ആണോ? എന്ത് പറ്റിയായിരുന്നു? അല്ല ഞാനൊരു സംഭവം പറയാൻ വന്നതായിരുന്നേ. പറഞ്ഞോ. മറ്റേ നേരത്തെ ഞാൻ ഇടിച്ചില്ലേ കില്ലുവല്ലേ? എന്തോ കേട്ടില്ല. ഞാൻ കില്ലുവന്റെ നമ്പർ ഒന്ന് ചോദിക്കാനായിരുന്നു. കില്ലുയുടെ നമ്പർ എനിക്ക് കാണാൻ അറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് പറയാം. പ്രത്യേകതയ്ക്ക് വണ്ടികൾ ബീച്ച് സൈഡിൽ നിന്ന് മാറ്റേണ്ടതാണ്. അതർവൈസ് നിങ്ങൾ ഇമ്പോണ്ട് ചെയ്യണം. ബ്രോ വണ്ടി ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് വന്നു. എന്തായിരുന്നു പറയോ? പോട്ടെ ചില്ല പോട്ടെ അത് കുഴപ്പമില്ല. ഹലോ ബ്രോ. ബ്രോ പറഞ്ഞു. അവ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഞങ്ങൾ സൈഡിലുണ്ടോ? അത് അവിടെ ഉണ്ടാവും. ഈ വണ്ടി ഒന്ന് മാറ്റിയിട്ടല്ലേ ഇവന്മാരിപ്പോ. പീഡിയാണോ ഇത് പറയുന്നേ? വണ്ടിയുടെ കിടക്കട്ടെ. വണ്ടി ലോക്ക് ചെയ്യണം. വാസം
വാസു ബ്രോ ഹലോ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേ ബ്രോ എന്റെ കൂടെ ഒന്ന് വരുമോ? ബ്രോ കാണണമല്ലോ. മാന്യ മഹാജനങ്ങളെ ഇവിടുന്ന് വണ്ടി മാറ്റുക. നമ്മുടെ അവിടെ വണ്ടി ഇടിച്ചേ എവിടെയുണ്ട് ബ്രോ? ഇതാ നിക്കിത വന്നിട്ടുണ്ട്. ഇതാ നിക്കി. ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് നിക്കിക്ക് എന്തോ പറയണ്ടെന്ന് പറഞ്ഞാലോ. ബ്രോ മറ്റേ വാർത്തയിൽ ഇട്ടില്ലേ, ഞാൻ അറിഞ്ഞ ഡയർ കൊടുത്ത ആ നമ്പർ. മാന്യ മഹാജനങ്ങളെ ഇവിടുന്ന് നിങ്ങൾ വണ്ടികൾ മാറ്റുക പ്ലീസ്. ഇത് വണ്ടി ഓടിക്കുന്ന ഏരിയ അല്ല. സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ അങ്ങനെ ഇടുന്നത്. അപ്പം നിങ്ങള് മറ്റേ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന്റെ ഡയറിൽ നമ്മളടുത്ത് വിളിച്ചത് കുഴപ്പമില്ല, പോട്ടെ. ഇതൊക്കെ രസത്തിലെടുക്കേ ജില്ലാ ചില്ലാണ്. വീഡിയോ വെക്കാൻ നല്ല വാങ്ങിക്കും. ടീച്ചറുടെ അടുത്ത വാറിലെന്ന് പറയണടാ. ഇവന്മാർ ഏതെങ്കിലും ആൾക്കാരെ വിളിക്കാൻ പറയുമ്പോ ഞാൻ വിളിച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് പ്രാങ്ക് ചെയ്യും കേട്ടാ. ഇടുമ്പോ പറയണേ, ഞാനൊന്ന് വിളിക്കാം. എടുത്തോണം പൊട്ടിച്ചാലാണ് ഇവന്റെ സംസാരം എനിക്ക് ചുറിഞ്ഞു വരുന്നുണ്ട്. മാന്യമായ സിറ്റിസൺസിന്റെ ശ്രദ്ധയ്ക്ക് അരവണ കൗണ്ടർ ഇടത്തെ സൈഡ്. ഞാനേ പറഞ്ഞ ആളാണേ. പറഞ്ഞു. എനിക്കൊരു ഓസി കൂടെ പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ വാസുടെ വീടിന്റെ അടുത്താണ്. ശരി, എവിടെയാ? ഞാൻ അങ്ങാടിക്കൽ. ഒരു സിറ്റുവേഷൻ നടക്കണം പേടിയായിട്ട്. ജസ്റ്റ് ഒന്ന് സംസാരിച്ചോട്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. എനിക്ക് നമ്പർ ഒന്ന് കിട്ടുമോ? 3333. ഓക്കെ. ഞാൻ ഒന്ന് മിസ് കോൾ അടിച്ചോട്ടെ? ഓ, അടിച്ചു. മിസ്റ്റർ എക്സിന് എന്തോ നമ്പർ ഡ്രോപ്പ് ചെയ്യപ്പോ ആ നമ്പറിൽ വിളിച്ചിട്ട് അണ്ണൊരു കഥ പറഞ്ഞ നമുക്ക് കേക്കാം. അണ്ണ കഥ പറ. അല്ല, ഇത്രയും നേരം ഇവിടെ ഒരുപാട് വണ്ടിയും കിടപ്പുണ്ടായിരുന്നു. ഇമാർക്ക് ഇല്ല ബ്രോ, ഇത് കുറച്ച് ദിവസമായി. നിങ്ങൾ കാണാത്തോണ്ടാ, ബാക്കിയുള്ളവരുടെ പിഒ കാണാത്തോണ്ടാ. ബാക്കിയുള്ളവരുടെ ഞാൻ ബീഡിയുടെ അടുത്ത് ഡിസ്റെസ്പെക്ടിൽ ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ ബീഡിയുടെ അടുത്ത് ഹലോ ആരാ? എന്തോ കേട്ടില്ല. ഒരു ഓസി പറഞ്ഞില്ലായിരുന്നു? ഓസി 2 ഓസി. എടാ മച്ചാനെ, ഞാൻ ഈ സിറ്റുവേഷൻ ഒന്ന് ഡീൽ ചെയ്തോട്ടെ. ഓക്കെ. അങ്ങനെ ഹലോ, ഇവര് കൊറേ നേരം അണ്ണനെ കാണണമെന്ന് പറയുന്നുണ്ട്. ഓ ഹായ്. പേരെന്താ? എന്താ കേട്ടില്ല? നിരുപമ. ചേട്ടൻ. ഞാൻ പുതിയ റെസിപ്പിയില്. ഹായ് നിരുപമ. ഇതെന്റെ ബ്രദർ. ഇത് സ്റ്റാന്. ഓക്കെ. ഹായ്. ഇല്ലടാ ബ്രോ, അത് കാണുന്നതല്ല നിങ്ങൾ ഇത്രയും നാളായിട്ട്. എടാ, പരിചയപ്പെട്ടല്ലോ, എന്തായാലും സന്തോഷം. ഞങ്ങളത് ഒരു ചെറിയ സിറ്റുവേഷൻ ഡീൽ ചെയ്തോണ്ടിരിക്കും. ഒന്ന് നോക്കിട്ട് നിങ്ങൾ കാണുന്നതല്ലേ ഗൈസ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അത് സംസാരിച്ചോണ്ടിരുന്ന അല്ല മേഡം, ഞാനൊരു കാര്യം പറയട്ടെ മേഡം. ഞാനിവിടെ ആദ്യം വണ്ടി കൊണ്ടുവന്നു മേഡം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് വണ്ടി കിടപ്പുണ്ടായിരുന്നു മേഡം. അപ്പൊ അന്നേരം ഒന്നും ഒരു അനൗൺസ്മെന്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ വന്നപ്പോ മാത്രം എന്താ അനൗൺസ്മെന്റ്. കുറച്ച് ദിവസമായി മേഡം ഈ പീഡിയിലുള്ള ആൾക്കാരുടെ സംസാരം നമ്മുടെ അടുത്തോട്ട് ഒട്ടും ശരിയല്ല മേഡം. അതെ വാസു. See, it's not like that. We were not here. We were in another situation. Like we had a meeting with the DOJ and all those things. Now we became free, and later we started patrolling. Okay. So the different units were in different position.
Then one of the officers came here and we found there was so many vehicles here. Madam. So they put announcement. മാഡം മുന്നേ ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ ഗ്യാങ് വണ്ടിയൊക്കെ ഇട്ട് സംസാരിക്കുന്നതായിട്ട് മാഡം അല്ല സാറ് അത് പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ലാന്ന്. മാം ഒരു ബീച്ച് ഉണ്ടാക്കിയിട്ടേക്കുന്നത് ബീച്ചിന്റെ സൈഡില് ആരായിരുന്നടാ ആരോ പറയുന്നത് കേട്ടെ. അവന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാൻ മാം സീരിയസ്ലി ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഈ ബീച്ചിന്റെ സൈഡില് നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല. വി ആർ നോട്ട് ഡ്രൈവിംഗ് ഹിയർ. നമ്മൾ ഐഡിയലായിട്ട് വണ്ടി ഇട്ടേക്കാണ്. നമ്മൾ ഇവിടെ കാറ്റും കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്താണ്? Sir, the vehicle did not come here by just like that. No, you drove and came here, right? Yeah, we drove and came here. What's the issue? ഇപ്പൊ നമ്മൾ ഇവിടെ വെള്ളത്തിൽ ഓടിക്കുന്നില്ലല്ലോ. പിന്നെ വണ്ടി അത് പറക്കുവോ? മച്ചോ ഇവിടുന്ന് വണ്ടി മാറ്റുന്നില്ല, എന്താ പ്രശ്നം? ഇവിടെ ഏത് സിറ്റുവേഷനാ കുഴപ്പം നോക്കാലോ. ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിവിടെ ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അടി ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഐഡിയലായിട്ട് വണ്ടി ചുമ്മാ ഇവിടെ ഇട്ടേക്കോ. നിങ്ങളുടെ പ്രശ്നം എന്താ? So basically, information from your side. മാം നമ്മളിവിടെ യാതൊരു പ്രശ്നം ഉണ്ടാക്കുക. Just ask him one thing. One thing. So you are telling that you are going to disobey the rules of the city, correct? അല്ല അങ്ങനെ നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റെസ്പെക്ട് യു ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഞങ്ങള് മനസ്സമാധാനത്തോടു കൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി വന്നപ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയണം. ഫസ്റ്റ് കാര്യം അത് മാത്രമല്ല നമ്മുടെ വണ്ടി മാത്രമല്ല, ഇവിടെ ഓൾറെഡി എല്ലാ വെഹിക്കിളും. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് മാറ്റാൻ സൗകര്യം സീരിയസ് ആയിട്ട് പറയാം. നമ്മളിവിടെ ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല. കടലിലെ കാറ്റ് കൊള്ളാൻ ഇപ്പൊ റോഡിൽ പോയിരുന്നു. ഞാനൊരു കാര്യം പറ്റേ, നമ്മൾ ഇത്രയും സിറ്റീസ് ഉണ്ട് സാറേ നമ്മൾ ഇത്രയും സിറ്റീസ് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കണ്ടായിരുന്നു. നിങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോൾ സമാധാനക്കേടായത്. അതിന് വെഹിക്കിള് ബീച്ചിലോട്ടൊക്കെ വെള്ളത്തിൽ ചവിട്ടിട്ട് നേരെ വണ്ടി കയറി അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മോട്ടീവ്. അല്ലാണ്ട് നമ്മളോട് ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ലല്ലോ. എന്റെ പൊന്നെ മാം, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഒന്നെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നില്ല. മാം എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കും, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാർ, ഞങ്ങളിവിടെ ആരും ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരം ആവാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മളത് അനുസരിക്കുന്നില്ലെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് പേടിയായിട്ട് ഉള്ള കോൺവെർസേഷൻ അത്രയ്ക്ക് നന്നായിട്ടല്ല പോകുന്നത്. ആൻഡ് നമ്മുടെ കൂട്ടത്തില് ഒരാൾക്കെതിരെ നിങ്ങൾ വാറന്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. സോ അപ്പം സാർ അത് വാറന്റ് ഇഷ്യൂ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PD വെഹിക്കിളിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. സാർ നിങ്ങൾ എന്താ സാറേ വേറൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇവിടെ ഇപ്പം ഇന്ന് ഇതേപോലെ നടന്ന മൾട്ടിപ്പിൾ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കി വണ്ടികൾ കിടക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല. നമ്മുടെ സാർ ഞങ്ങളിത് ചെയ്യുമ്പോഴല്ല സാർ, ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഇവിടെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു സാർ, കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതല്ല സാർ. ഓൾറെഡി നമ്മൾ മെയിൻ എക്സാമ്പിൾ മാഡം, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സിറ്റിസൺ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ഗ്യാങ് വണ്ടി കൊണ്ടുവരുമ്പോ അപ്പൊ ചോദിക്കാൻ വരാറുണ്ട്. മാം സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കണ്ണിൽ കാണുന്ന എല്ലാ വണ്ടി നമ്മൾ പറയാറുണ്ട്. നമ്മൾ വണ്ടി കിട്ടുന്ന പറഞ്ഞിട്ട് എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? എന്ത് റൂളാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്? Okay, so if you have problem with that, come to DOJ. Let's talk to the judge. നമ്മൾ ഇവിടെ വല്ല മീനും പിടിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ സൈഡിൽ വണ്ടി. So basically you are questioning the rules of the rules of your shit. എന്തോ ചെയ്യും. I'm questioning your shit. എന്തോ ചെയ്യും. ഇപ്പൊ PD ഒന്ന് സംസാരിക്കണോ? കടലിന്റെ സൈഡില് വണ്ടി ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ PD വന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം വണ്ടി മാറ്റാൻ സൗകര്യം. കടലിറക്കി കാറ്റ് നമ്മൾ വല്ല മീൻ പിടിക്കണോ? മത്സ്യബന്ധനയാണോ? See, I'm not very comfortable in Malayalam, but anyway, I'll try to speak. It's okay. English fine. Okay, see, the thing is, if you feel that PD is having problem with your family, kindly please come to PD. Let's talk about it.
Okay, as far as a deputy chief of PD, I'm telling you, it is not like that. So it is not because of your family vehicle here. And if you feel like that from our side, we'll definitely try to look into it. That is how we are supposed to do it, right? മനസ്സിലാവാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വയലേറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന തെറ്റ്? Okay, listen. So this area is lot of people are there, correct? So there was a complaint that so many vehicles are coming here, so people are getting hit by the vehicles. Okay, so there was a complaint in the government. The government told that. Sir, interact. Okay, yeah. All the other officers go from this area. Radio this means. ഇവിടെ അനക്കാണ്ടിരിക്കുന്ന വണ്ടി ഇങ്ങനെ മാഡം ഹിറ്റ് ചെയ്യുന്നത്. ബ്രോ ഇതൊരു മാം ഇതൊരു ഐഡിയൽ സ്റ്റേറ്റിൽ കിടക്കുമല്ലേ വണ്ടി? One minute sir. You no one came here, right? So while going by also he will എല്ലാവരും PD disrespect ചെയ്യുന്നു. ബ്രോ എന്റെ POV കാണുമ്പോൾ ഒരാളും അത് പറയത്തില്ല. കാരണം ഞാൻ പീഡിയിലുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എന്റെ ലൈവ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ പോലും മാം എന്ന് വിളിച്ചാൽ ഞാൻ സംസാരിക്കുന്നത്. എന്റെ വായിന്ന് ഒരു അനാവശ്യ വാക്ക് അവരുടെ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ടെസ്റ്റ് പാസ്സായിട്ടുമാണ്. ഒരു വണ്ടി എടുത്ത് അങ്ങോട്ട് മാറുന്ന സമയത്ത് വണ്ടി ഇടിക്കരുതെന്ന് ബോധ്യമുള്ളോട്ട് തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകുന്നത്. അവിടെ ആരും ഇടിക്കാനൊന്നും പോകുന്നില്ല. പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് PDയിലെ ഓഫീസേഴ്സിന് നമ്മുടെ അടുത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന്. സോ മാം പറഞ്ഞതുപോലെ സംസാരിക്കാൻ ഞങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഈ ഇഷ്യൂസ് ഞങ്ങൾ കുറെ വട്ടം ഇതിനു മുമ്പ് മാഡം ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഈ ഇഷ്യൂസ് കുറെ നാളായിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ ബട്ട് സ്റ്റിൽ നമ്മൾ അതിനുശേഷം അങ്ങനെ PD ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വാറന്റ് വന്നതും അതിന് മുമ്പത്തെ സിറ്റുവേഷൻസും എല്ലാം നമുക്ക് കുറച്ച് PDയുടെ സൈഡിൽ നിന്ന് കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ വേറെ kind of targeting. Okay, I understand that. Let me also give a clarification to that. So what we did is we came there right after Chandran fired against PD vehicle. We also came there. We took the statements of the citizens, from mistrust people, and also the people who came there. Okay. So as a police department, what we are supposed to do? We directly went to DOJ. Okay. We went to DOJ and we told them that there is an issue like this. And we gave the exact details. We did not tell anything extra, anything like lower also. We told them what exact situation happened over there. Okay. So there is an investigation going on. As a part of the investigation, the judge Sharafuddin sir issued a warrant against him. It is not we issued the warrant. Okay. So we told everything to the judge. So the judge is the one who issued the warrant against him. Sir, hope you understand that. Okay. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. ഇത് ശരിക്കും ബാക്കിയുള്ള സിറ്റിസൺസിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. മാഡത്തിന് ചിലപ്പോൾ റൂൾ അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മാഡം പേര് മെൻഷൻ ചെയ്തത്. ഞാൻ ആ പേര് മെൻഷൻ ചെയ്യുന്നില്ല. മെൻഷൻ ചെയ്യാതെ തന്നെ ഞാൻ പറയാം. ഞാൻ അവരെ മീറ്റ് ചെയ്തിരുന്നു. ഇന്ന് മീറ്റ് ചെയ്തപ്പോൾ എനിക്കറിയാൻ പറ്റിയത് PDയുടെ സൈഡിൽ നിന്ന് അത്രയ്ക്ക് പ്രഷറായിട്ടാണ് അത് ആ വാറന്റ് നിങ്ങൾ മേടിച്ചെടുത്തതെന്നാണ്. ലൈക്ക് അവർ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മളോട് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം. നിങ്ങളത് നിങ്ങളുടെ PDയുടെ സൈഡിൽ നിന്ന് അത്രയും പ്രഷർ കൊടുത്ത് അത് നമ്മുടെ സൈഡ് POV പോലും കേൾക്കാതെയും സംസാരിക്കാതെയും നിങ്ങൾ അറസ്റ്റ് വാറന്റ് മേടിച്ചെടുത്തതാണെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. One second. Chloe കുറച്ച് വെള്ളം കൂടി. Madam, you continue. You continue. Okay, sir പറഞ്ഞു. Okay, ഈ അറസ്റ്റ് വാറന്റിന്റെ കേസ് ആരാ നിങ്ങളോട് പറഞ്ഞു? ആക്ച്വലി അറസ്റ്റ് വാറന്റിന്റെ കേസ് ഓൾറെഡി സാർ എനിക്ക് ഇവിടെ സിറ്റിസൺസ് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങോട്ടൊന്ന് മാറിയിരിക്കാണ്. ഓക്കെ, ഈ അറസ്റ്റ് വാറന്റിന്റെ കാര്യം ആരാ പറഞ്ഞേ നിങ്ങളോട്? അറസ്റ്റ് വാറന്റിന്റെ കാര്യം സാർ സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. നിങ്ങൾ PDയിൽ വിശ്വസിച്ച് പറയണ കാര്യങ്ങൾ പോലും PDയിൽ മാത്രമല്ല സാർ ഇത് നിൽക്കുന്നത്. നിങ്ങളുടെ PDയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിന്റെ പേര് ഞാൻ പറയത്തില്ല. PDയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ തന്നെയാണ് ഇത് നമുക്ക് എത്തിച്ചു തന്നത്. ഓക്കെ, ഐ ആം കൺവിൻസ്ഡ്. ഓക്കെ, ആക്ച്വലി ഞാനെന്നാ ടോക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു? ഓക്കെ, ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് ദിസ്. ഓക്കെ,
കാരണം ഇത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ടോക്ക് ചെയ്യുന്നത് പറഞ്ഞത്. കാരണം ഇത് എങ്ങനെ ലീഡ് ചെയ്ത് പോകുന്നു എനിക്കൊരു ഡൗട്ടായിരുന്നു. കാരണം ഇതിപ്പം DOJ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്, മിസ്റ്റർ എക്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ ആരെ കയ്യിൽ നിന്ന് എന്ത് കമ്മ്യൂണിക്കേഷൻ പുറത്തോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതാണോ പുറത്ത് പോകുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് എത്തുമ്പോഴത്തേക്ക് അവർ പറയുന്ന രീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അന്ന് നമ്മൾ അവിടെ ഒരു അറസ്റ്റ് വാറന്റ്, എന്തായാലും ഇപ്പം അറസ്റ്റ് വാറന്റ് കേസൊക്കെ അറിഞ്ഞല്ലോ. അന്ന് അവിടെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ബിസിനസ് ഏരിയയിൽ ഗണ്ണെടുത്ത്, അതും ബാൻഡ് ചെയ്തിട്ടുള്ള എയർ വെപ്പൺ എടുത്ത് ഫയർ ചെയ്തതിന്റെ കേസിൽ മാത്രമാണ്. സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ സാർ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ഓപ്ഷന് പോകുന്ന സമയത്ത് ലൈക്ക് അതൊരു ആർക്കും ഹാം ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളെ പോലത്തെ PD ഓഫീസേഴ്സിന് ജസ്റ്റ് ഒന്ന് അലോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അവിടെ വലിയ സംഭവം ഒന്നും നടന്നില്ല. ID കാർഡ്സിന്റെ കേസാണോ? ID കാർഡ്സിന്റെ അതാ പരസ്യം സാർ ഞാൻ പറയണത്. ഭയങ്കര അതായത് ആ ദിവസം TVയിലെ ബാക്കിയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവൈലബിൾ ആവേണ്ട ഒരു ഡേ ആയിരുന്നു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അവൈലബിൾ ആവാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഒരു ഓപ്ഷൻ പോയി മാനേജ് ചെയ്യുന്നതിന് പകരം അവന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ടുപേരെ അവിടെ കൊണ്ടുപോയി ആ ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി. കാരണം ഒരു ഓപ്ഷൻ പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരുന്നു സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് രണ്ടുപേരെ കൊണ്ടുപോയത്. അവിടെ അത് ഒരു രീതിയിലും ആ ഒരു സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യുന്നതോ ഹാം ചെയ്യുന്നതോ ആയിട്ട് യാതൊരു വിധം ഒന്നുമില്ല അവിടെ. അപ്പോൾ ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പീഡിയുടെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പീഡിക്കൊന്ന് അലോ ചെയ്ത് കൊടുത്തൂടെ സാർ? അതൊക്കെ എന്താണ് നമ്മളല്ലാതെ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഇവിടെ വന്ന് സാർ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ വണ്ടി മാറ്റാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പീഡിക്ക് വേണേ ഹാർഷായിട്ടൊക്കെ സംസാരിക്കാം, അല്ലെ അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാം. ഇത് അവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഇത് റൂൾ ഈസ് റൂൾ, ഓക്കെ ശരിയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവിടുത്തെ സംസാര രീതിയും അത്ര കറക്റ്റ് അല്ലായിരുന്നല്ലോ പരസ്യം സാർ. അവൻ അത്രയും ലാസ്റ്റില് ട്രിഗർ ഔട്ട് ആയിട്ടാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടി ഇടിച്ചത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് സാർ. അത് അവർ അക്സെപ്റ്റ് ചെയ്യണം, ലൈക്ക് അല്ലെങ്കിൽ അതിനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. അത് അവർ ചെയ്തില്ല. അത് ചെയ്യാത്തതിൻ്റെ കൊണ്ടാണ് അതിന്റെ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് അവൻ തോക്കെടുത്ത് വെടിവെച്ച് ഇട്ടത്. കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഞാൻ പറയാം അവിടെ നടന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അറിയാത്തൊരു പാർട്ട് ഇതിനകത്തുണ്ട്. കാരണം നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അന്ന് അവിടെ നടന്ന 3 മിസ്റ്റേക്സുകളായിരുന്നു PD സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കേസ് ID കാർഡ് 10 മണിക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും ബാക്കിയുള്ള ആളുകൾക്ക് ഇവർ ID കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ ചന്ദ്രനും അലീനയും വന്നപ്പോഴത്തേക്ക് അതേ ടീം ID കാർഡ് കൊടുക്കാതെ അതേ സെയിം ടീം ID കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നു. സോ ഒബ്വിയസ്ലി ഒരു സിറ്റിസൺ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ആരായിരുന്നാലും ഇപ്പം ഞാൻ തന്നെ ആയിരുന്നാലും അവിടെ ID കാർഡ് എനിക്ക് റിജക്ട് ചെയ്തിട്ട് അതേ ടീം ഇവിടെ നിന്ന് പറയുന്നു ID കാർഡ് ഇല്ലാതെ എന്നെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന്. ഒബ്വിയസ്ലി അത് ആർക്കായാലും ദേഷ്യം വരും. അത് എനിക്കാണെങ്കിൽ പോലും ദേഷ്യം വരും. കാരണം ഞാൻ തന്നെ ID കാർഡ് കൊടുക്കേണ്ട ആൾ ഞാൻ തന്നെ പറയുന്നു ID കാർഡ് തരാൻ പറ്റില്ലെന്ന്. അപ്പുറത്തെ സ്ഥലത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു സാറേ ID കാർഡ് അവിടെ നിന്ന് ചോദിക്കും. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ സാർ, ID കാർഡിന്റെ കേസ് മനസ്സിലാവും, അതൊരു റൂളാണ്. നിങ്ങളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ മിസ്റ്റർ എക്സ് ഇത് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആണെങ്കിലും ഞാൻ പക്ഷെ പറയണതല്ല, വണ്ടി ഇടിച്ചിട്ട് അറ്റ്ലീസ്റ്റ് സാർ ഞാനൊരു വണ്ടി തട്ടിയാൽ ബാക്കി കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ 3 തെറ്റുകൾ ഉണ്ടെന്ന്. അതിൽ ഒന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. സെക്കൻഡ് തിങ്, അതിനകത്തിരുന്ന ഓഫീസർ ഒരാള് വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഓക്കെ, അയാള് പുറകിലോട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അതിനകത്തിരുന്ന ഒരാള് പറഞ്ഞു എന്താണ് ഒരാളും കൂടെ കയറ്റാനുണ്ടെന്ന് പറഞ്ഞപ്പോ സഡൻ ആയിട്ട് റിവേഴ്സ്. ഓക്കെ, അതായത് പുറകിൽ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ചെക്ക് ചെയ്യാതെ അയാൾ എന്ത് ചെയ്തു, സഡൻ ആയിട്ട് റിവേഴ്സ് എടുത്തു. അയാളുടെ ഭാഗത്താണ് തെറ്റ്. അയാൾ റിവേഴ്സ് എടുത്ത് തൊട്ട് പുറകിലുള്ള വണ്ടിയെ തട്ടിക്കഴിഞ്ഞ ഒരു മിനിമം ലെവലില് ഒരാളോട് സോറി പറയുക അയാളുടെ പേഴ്സണൽ തിങ് ആണ്. അയാളുടെ കാരണമായിട്ടാണ് ഉണ്ടായത്. അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. കാരണം പുള്ളി എന്ന് പറയുന്ന വ്യക്തിയുടെ തെറ്റാണ്, അല്ലാതെ ഒരു ഓർഗനൈസേഷൻ തെറ്റാകുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, പോലീസ് വന്ന് ഇടപെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മണിയൊക്കെ കൊടുക്കേണ്ട ആവശ്യം. കാരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളി അത് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. ആ ഓഫീസർ ഇറങ്ങി അവിടെ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. അത് പോരാത്തതിന് അവിടെ നിന്ന് മാഡം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയെ പറഞ്ഞു വിടുകയും ആ സിറ്റുവേഷനെ വേറെ ഓഫീസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, അവിടെ വന്ന് സംസാരിച്ച ഒരു ഓഫീസർ അവിടെ നിൽക്കുന്ന സിറ്റിസൺസിന്റെ കാര്യങ്ങളെ പകുതി പോലും അറിയാതെ ആ പുള്ളി എന്ത് ചെയ്തു, അവിടെ കിടന്ന് ഷൗട്ട് ചെയ്തു, ചുമ്മാ ഇരുന്ന സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്തു. സോ ഒബിയസ്ലി അപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൺ, അത് X or Y ആരും ആയിക്കൊണ്ടോട്ടെ, അയാൾ ഓൾറെഡി PDയുമായിട്ടൊരു കേസിൽ അയാൾ ടോട്ടലി ഇറിറ്റേറ്റഡ് ആണ്.
സെക്കൻഡ് തിങ് അയാളുടെ വണ്ടി കൊണ്ടുവന്ന് പീഡിക്കാരി തന്നെ മനഃപൂർവ്വം ഇടിക്കുന്നു. റിവേഴ്സ് എടുത്തോ ഇല്ല, അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. വന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയെ പുറകിലോട്ട് വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ വിചാരിക്കുന്നത് ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. ബട്ട് സാർ സ്റ്റില് പുള്ളി ഇന്ന് യൂണിഫോം അല്ലേ? സോ ഇന്ന് യൂണിഫോമിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ടാണ് പറഞ്ഞേ ഓഫീസറിനെ ഒരിക്കലും പറഞ്ഞു വിടരുതായിരുന്നു ആ ഏരിയയിൽ നിന്ന്. അയാൾ കാണിച്ച തെറ്റുകൾ അയാൾ അവിടെ നിർത്തിയിട്ട് കാര്യങ്ങൾ ഇത്രയൊക്കെ മിസ്റ്റേക്ക് പേടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചന്ദ്രനെതിരെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ഇഷ്യൂ ചെയ്തതിന്റെ റീസൺ എന്ന് പറഞ്ഞത് ഒരു പബ്ലിക് പ്ലേസ് ആണ്, ഓപ്ഷൻ ഏരിയ ആണ്, സിറ്റിസൺ സൈഡിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തത്. കാരണം മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് കംപ്ലൈന്റ് വന്നു. ഓക്കെ, കാരണം ഓപ്ഷൻ ഏരിയക്കകത്ത് വെപ്പൺസ് അലൗഡ് ആയിട്ട് പോലും പുള്ളിക്കാരൻ വെപ്പൺസ് കൊണ്ടുവന്നു അവിടെ വെടിവെച്ചു. വേറെ ഒരു കേസും ഞങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല പുള്ളിക്കെതിരെ. പിന്നെ ഈ പറഞ്ഞ 2 ഓഫീസേഴ്സ്, ഈ ഒരു ഓഫീസറിനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാളെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലോട്ട് മാത്രം മാറ്റി, ആ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇഷ്യൂ ഉണ്ടാക്കിയ ആളെ. രണ്ടാമത് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ 1 മിസ്റ്റർ തങ്കപ്പൻ സ്റ്റീവ്, പുള്ളിയെ സസ്പെൻഡ് ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട്. 5 ദിവസം പുള്ളി ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഇത് നിങ്ങൾ അറിയുന്നില്ലല്ലോ ആക്ച്വലി. ഇല്ല സാറേ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ പറയാണ് സാർ, ഞങ്ങളുടെ സൈഡിൽ കൺഫെയർ ആണ്. കാരണം ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരാൾ ഗണ്ണെടുത്ത് ഫയർ ചെയ്ത കേസ് മാത്രം പീഡി എന്താ ഇത്രയും എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോയത്? ബാക്കിയുള്ളതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് കളഞ്ഞില്ലേ? സാർ തന്നെ ഇത്രയും നിങ്ങളുടെ മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്തിട്ടും ചന്ദ്രനെതിരെ ഒരു വാറന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അൺഫെയർ ആണ് സാർ. അത് നമുക്ക് ഞാൻ ഭരത്ചന്ദ്ര സാറിന്റെ അടുത്താണെങ്കിൽ പോലും അല്ലെ ബാക്കിയുള്ള സാറിന്റെ അടുത്താണെങ്കിലും മേഡത്തിനാണെങ്കിലും ഞാൻ അത്രയും ഇതായിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നു കഴിയുമ്പോൾ അത് കൺസിഡർ ചെയ്യാൻ ഇല്ല, ഭരത്ചന്ദ്ര സാർ ഒന്ന് കൺസിഡർ ചെയ്യണം, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ ഈ ഒരു ചന്ദ്രന്റെ ഇഷ്യൂ ഞങ്ങൾ സോൾവ് ചെയ്യാൻ ഞങ്ങൾ പീഡിയിലോട്ട് വരത്തില്ല ഭരത്ചന്ദ്ര സാർ. നിങ്ങൾക്ക് ചന്ദ്രനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ അടിച്ചിട്ടിട്ട് കൊണ്ടുപോകണം, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു രീതിയല്ല. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി തീർക്കുക എന്നുള്ളതല്ല. നമുക്കിത് നാളെ ഒരാൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്കൊരിത്. കാരണം ഒരു ഓപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഏരിയക്കകത്ത് ആളുകൾ വളരെ വിശ്വാസത്തോടെ വരുന്നത് അവിടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാനൊരു കാര്യം നമ്മള് മിസ്റ്റർ എക്സിന് ആയിട്ടുള്ള നമ്മുടെ ഇപ്പൊ ഗാങ്സിന്റെ ബന്ധവും അതുപോലെ തന്നെ നിങ്ങൾക്കും മിസ്റ്റർ എക്സ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാതെ. അപ്പോ അവരെ പോലത്തെ ആൾക്കാര് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെവർ എവർ അവിടെ പോയി അത് അലമ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും നിൽക്കത്തില്ല. എല്ലാരും പുറത്ത് സാധനമുണ്ട് നോക്കണം. കാരണം ഇതിപ്പം നമ്മൾ കേസ് എടുക്കാനുള്ള മെയിൻ റീസൺ വാസു മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് മനസ്സിലായ അവരാണ് ഞങ്ങളടുത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ. ഓക്കെ, പീഡിയെന്ന് ഞങ്ങൾക്ക് അവിടെ ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായി, അവരത് പറഞ്ഞു വിട്ടു, അവർ ഹോൾഡ് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ഇത് വന്നേക്കുന്നത്. അത് കേസ് എടുക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ നിന്നത്. അതിനകത്ത് 1 മിസ്റ്റർ ജോൺസിന അതുപോലെ അവരുടെ ഒരു ഗാർഡും കൂടെ ഉണ്ടായിരുന്നു ആക്ച്വലി. സോ ഈ 2 പേരുമായിട്ട് നമ്മളോട് കംപ്ലൈൻറ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ എനിക്കിതിൻ്റെ A to Z അറിഞ്ഞാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഡേ ഫുള്ള് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. എൻ്റെ കംപ്ലീറ്റ് ഓഫീസേഴ്സിനെ ഇൻവോൾവ് ആയ ആളുകളെയും വിളിച്ചു. എനിക്കിപ്പോൾ ഒരിക്കലും ഇത് വാസുവിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഒരു കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. മനസ്സിലായി സാർ, നിങ്ങൾ എന്തായാലും സാർ അവരുടെ അടുത്തൊന്ന് സംസാരിക്കും. ഞാൻ ഇനി അങ്ങോട്ട് പോയാലേ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ബോസ് ആവും, അതുകൊണ്ട് ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ലീവ് ചെയ്യാം ഞങ്ങൾ. ഞാനിത് എന്തായാലും ബാക്കിയുള്ളത് ഞാൻ പറയാം. ഇതെന്തായാലും ഇപ്പൊ പോട്ടെ, അത് വാസു സംസാരിച്ചു. എടാ വാ വണ്ടി എടുത്ത് നമുക്ക് തൽക്കാലം വാഹനം എടുത്ത് പോയി, ഈ സമയത്ത് എടുക്കണ്ട. വാ ഇവരെ ഞാൻ പറഞ്ഞേക്ക്, ചന്ദ്രൻ ഇല്ലാതെ ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കണ്ട. ഇവന്മാരെ അടിക്കുമ്പോ ചന്ദ്രൻ വേണം. ഞാൻ പറഞ്ഞേക്ക് അടിയാണോ? കേറാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതല്ലാതെ ഏതോ ഞാൻ അസൈൻ ചെയ്തവരല്ലാതെ ജസ്റ്റ് ലീവ് ഫ്രം ഹിയർ. സാദേവാ മാറിക്കോ.
സാറേ ഗ്യാങ് ഹൗസിൽ പോയി കാറ്റുള്ള പറഞ്ഞാലും സാറേ ഭരത് സാറാണോ ജോക്കി കേറ്, ജോക്കി കേറ്, ജോക്കി കേറ്. കേറാൻ പറ്റത്തില്ല. ജോക്കി കേട്ട ഒരാള്. Guys, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് അമ്പിയൊന്നും അല്ല ഗൈസ്. ഇത് നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്ക്. പുള്ളി ഒരു സീനിയർ പോലീസ് ഓഫീസറാണ് ഇവിടെ. എടാ ഒരു മിനിറ്റ്, എടാ ഞാൻ ഒരു തത്സമയത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് പോലെ എടാ പോടാന്ന് വിളിച്ച് മറ്റേ മറ്റേ വെല്ല് വിളിച്ച് നിൽക്കാനാണെങ്കിൽ എല്ലാ പീഡി കളിക്കണ എല്ലാവന്മാരെ കൊണ്ടും പറ്റും. ഇതേപോലെ മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം ആൾക്കാരെ പീഡിക്കാത്തുള്ളൂ. RP പോലും ഉള്ളൂ. ഞാൻ കൺവിൻസ് ആയി മാറ്റിയതല്ല അവിടുന്ന്. ഞാൻ പുള്ളി പറഞ്ഞത് കൊണ്ട് കൺവിൻസ്. അല്ല ജോക്കി, ഞാൻ അതോടല്ല പറയണ ജോക്കി. എന്താന്ന് വെച്ചാ ഇവരെ അടിക്കുമ്പോ ചന്ദ്രൻ വേണം ജോക്കി. ചന്ദ്രൻ ഇല്ലാതെ അല്ലല്ല, ഇതിനകത്ത് പീഡിക്കകത്ത് പ്രശ്നമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ജോക്കി. ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയാം. ഇത് സിറ്റുവേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ജോക്കി, ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് ഗ്യാങ് സസ്പെൻഷനിലോട്ട് പോകും. ഞാൻ ഉറപ്പല്ല, 100 അല്ല 1000% ജോക്കിക്ക് ഞാൻ എഴുതി തരാം. കാരണം അതിനകത്ത് കുറെ പ്രശ്നമുള്ളവന്മാരുണ്ട്. അവന്മാര് ലൂപ്പോൾ കണ്ടുപിടിച്ച് റൂൾ അതാണ്, റൂൾ ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരും. എന്നിട്ട് അത് ഗ്യാങ് സസ്പെൻഷനിലോട്ട് പോകും. അതിലും ഭേദം നമുക്കിപ്പോ ഇവന്മാരെ അടിക്കാൻ നല്ലൊരു വാലിഡ് റീസൺ ഉണ്ട്. കാരണം ചന്ദ്രനെതിരെയുള്ള വേറുണ്ട്. ഇവന്മാരെ ഒരു FRP വരാത്ത രീതിയിൽ അതുപോലെ എടുത്തിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇവന്മാർ അവിടെ പോയിരുന്ന് VC പോയിരുന്ന് വേറൊരു കാര്യമുണ്ട് ജോക്കി. PD കളിക്കാൻ ഇവിടെ ആൾക്കാർ കുറവാണ്. അപ്പൊ ലൈക്ക് ഓരോ സമയം പല ആൾക്കാരാണ്. അപ്പൊ ചൊറിയുള്ളവരാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്കെതിരെ എന്തെങ്കിലും വന്നിട്ട് ഇവിടെ ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഇവര് PD ഇറങ്ങി പോകും. PD കളിക്കുന്ന ആൾക്കാരും കുറവാണ്. TDS കണക്ട് ഇട്ടോടാ. ഇല്ല നീ TDSന്റെ ലീഡർ നീ ഇറങ്ങൂല, ഞാൻ അങ്ങോട്ട് ഇറങ്ങും. സ്റ്റീവേ ജോക്കി സ്റ്റീവേ ഞാൻ വണ്ടി ഒന്ന് ചെയ്തിട്ട്. എത്ര നേരമായി നമ്മൾ ലൈവ് തുടങ്ങിയിട്ട്? 4 മണിക്കൂറായോ? 4 മണിക്കൂറൊക്കെ ഞാൻ RPയിൽ ഇരിക്കണതേ ഇല്ല കേട്ടോ. ഇപ്പോ വല്ലപ്പോഴും ഒക്കെയാണ് 4 മണിക്കൂർ RPയിൽ ഇരിക്കണം. പബ്ജി ഉണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ RP. OP ഗൈസ് എൻജോയ്ഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അയ്യോ, ഞാൻ എന്തേലും പോയി ഒന്ന് കഴിക്കട്ടെ ഗൈസ്, എനിക്ക് വിശന്നിട്ട് വയ്യ. താങ്ക് യു. പബ്ജി കളിക്കാം. ഹലോ എടാ, കോച്ചൊന്നും വന്നില്ല. നീ ഇല്ലേ? മെസ്സേജ് ഉണ്ടാവല്ലോ. ജോക്കി സീനൊന്നും പിന്നല്ല. നാളെ ലൈവ് ഉണ്ട്. അസർക്ക പറയടാ. അണ്ണാ 81,698. എന്റെ കറണ്ട് ഇത് നെറ്റ് പോയായിരുന്നു, പിന്നെ നിർത്തിയത് കേട്ടോ. സീനില്ല. കേട്ടില്ല. താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് നീ എഫേർട്ട് എടുത്ത് ചെയ്തല്ലോ, വലിയ കാര്യം. എടാ ശിവക്ക് വന്നോലോ. കൊച്ചൊന്ന് ലൈവ് നോക്കി, ഞാൻ ദാ വരുന്നു ഗൈസ്. അപ്പൊ താങ്ക് യു സോ മച്ച് ജോയിനിങ് RP ഓഡിയൻസ് എല്ലാം. നാളെ ലൈവ് ഉണ്ടാവും. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുവരാം. എന്തെങ്കിലും ഒന്ന് സ്നാക്സ് ഒന്നും കഴിച്ചിട്ട് വരട്ടെ.